സരസ്വതി അറ രഹസ്യ അറയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ് സരസ്വതിക്കെട്ട്. നവരാത്രി കാലത്തിൽ സരസ്വതിയെ ആരാധിക്കുന്നത് ഇവിടെ വെച്ചാണ്. ഇതിന് തൊട്ടരികിലായി ഗണപതി കോവിൽ സ്ഥിതി ചെയ്യുന്നു. ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറു ഭാഗത്തായി നാലമ്പലത്തിൽ അനന്തശയനം എന്ന കലാസൃഷ്ടി കാണാം. മുമ്പ് ഇവിടെ ഇതേ പേരിലുള്ള ചിത്രമായിരുന്നു. ഗണപതി ക്ഷേത്രത്തിൻ്റെ തൊട്ടു മുൻപിലാണ് സരസ്വതി അറ. നവരാത്രി കാലത്ത് ഓലകൾ വെച്ചിരുന്ന സ്ഥലമാണിത്. സ്ഥലക്കുറവ് കാരണം ഇപ്പോഴത് കൂത്തമ്പലത്തിലേക്ക് മാറ്റി. എങ്കിലും സരസ്വതി ദേവിയുടെ ശക്തമായ സാന്നിധ്യം ഇന്നും ഈ മുറിയിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിനാൽ ആ മുറി ഇതുവരെ പൊളിച്ചു മാറ്റിയിട്ടില്ല. 17-ാം നൂറ്റാണ്ടിൽ ഒരു ക്ഷേത്ര ജീവനക്കാർ കൊല്ലപ്പെട്ടതിനാൽ നാലമ്പലത്തിലെ പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള വാതിൽ എന്നേക്കുമായി അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ വെച്ച് മരണപ്പെട്ടതിനാൽ മരണപ്പെട്ട ആൾ വിഷ്ണുലോകമായ വൈകുണ്ഠത്തിലേക്ക് പോയി എന്നാണ് സങ്കല്പം. അതിനാൽ വൈകുണ്ഠമെന്നും ഈ സ്ഥലം അറിയപ്പെടുന്നു. നൃത്തപ്പുര ചോറ്റയുടെ വടക്കുഭാഗത്ത് ആണ് ഇത്. ഇവിടെ വെച്ചാണ് വില്യമംഗലത്തിന് ശ്രീകൃഷ്ണൻ്റെ നൃത്തം ദർശിക്കാനായത്. തന്മൂലം നൃത്തപ്പുര എന്ന പേര് വന്നു. കന്നി, കുംഭം എന്നീ മാസങ്ങളിൽ മകൻ നക്ഷത്ര ദിവസം ഈ മുറിയിൽ വെച്ചാണ് ശ്രാദ്ധ ചടങ്ങുകൾ നടത്തുന്നത്. ഗുരുവായൂരപ്പനിൽ സർവവും സമർപ്പിച്ച 2 ഭക്തരുടെ ശ്രാദ്ധം ഗുരുവായൂർ തന്നെ ഊട്ടുന്നു എന്നാണ് സങ്കല്പിക്കുക. മുളയറ നാലമ്പലത്തിനകത്ത് വടക്കു കിഴക്കു ഭാഗത്താണ് മുളയറ. ഇവിടെയാണ് ഉത്സവകാലത്ത് മണ്ണ് നിറച്ച് വിവിധ ഇനം വിത്തുകൾ വിതയ്ക്കുന്നത്. ഉത്സവകാലത്ത് കലശപൂജ, മുളപൂജ തുടങ്ങിയവ നടക്കുന്നത് ഇവിടെയാണ്. മുളപൂജ നടക്കുന്നതിനാൽ മുളയറ എന്ന പേര് വന്നു. കോയ്മ അറ നാലമ്പലത്തിനകത്ത് വടക്കു കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. പഴയ ഭരണ സംവിധാനത്തിൽ പൂജകളുടെ മേൽനോട്ടം വഹിച്ചിരുന്ന കോയ്മകളുടെ മുറിയാണിത്. മണിക്കിണർ അഥവാ രുദ്രകൂപം ശ്രീകോവിലിന് വടക്കു കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കിണറാണിത്. ഈ കിണറ്റിലെ ജലമാണ് അഭിഷേകത്തിനും നിവേദ്യത്തിനും ഉപയോഗിക്കുന്നത്. ശിവേലി സമയത്ത് ഇവിടെയും ബലി തൂകാറുണ്ട്. ഇവിടെ വരുണ സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടുത്തെ ജലത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. കൊടിയ വേനലിലും പെരുമഴയിലും മരം കോച്ചുന്ന തണുപ്പിലും ഇവിടുത്തെ ജലം തുല്യ നിലയിൽ തന്നെ നിൽക്കുന്നു. പരിസര പ്രദേശങ്ങളിലൊന്നും തന്നെ ഇത്രയും ശുദ്ധമായ ജലം ലഭിക്കുന്നില്ല. സാലഗ്രാമാദി വിശിഷ്ട വസ്തുക്കൾ ഇവിടെ ഉണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. അസുഖങ്ങൾ അകറ്റുവാനും ദഹനക്കേട് ശ്രമിക്കുവാനും ഈ കിണറ്റിലെ ജലം വിശിഷ്ടമാണത്രേ. 2013 നടന്ന പരിശോധനയിൽ ഇത് വ്യക്തമായി തെളിഞ്ഞിട്ടുമുണ്ട്. 1985 മോഷണം പോയ തിരുവാഭരണങ്ങൾ 2014 ലഭിച്ചത് ഈ കിണറ്റിൽ നിന്നാണ്.